നിങ്ങൾ എന്തായാലും നോക്കണത്. അവിടെ ഒരു പെണ്ണിങ്ങനെ പൊങ്ങി പോണു. പെണ്ണല്ലേ പൊങ്ങിപ്പോയത്, വേറൊന്നും അല്ലല്ലോ പൊങ്ങിപ്പോയത്. ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ദൈവം അവസാനമായിട്ട് തന്ന കച്ചിത്തുരുമ്പാണ്, അതിൽ പിടിച്ച് നമ്മൾ കയറണം. കച്ചിത്തുരുമ്പി പിടിച്ച പൊട്ടി പോകൂലേ? നിങ്ങൾ എന്തൊരു ചെയ്താ കൊള്ളാന്നേ. ഞാൻ അതല്ല പറഞ്ഞത്, പിടിവെള്ളിയാണെന്ന്. നമ്മൾ ഇതിൽ പിടിച്ച് കയറി ആ മത്സരത്തിന് പോയി നമ്മൾ പ്രൈസ് വാങ്ങിച്ച് നമുക്ക് 50,000 രൂപ കിട്ടി. നമ്മൾ നാട്ടിൽ പോയി. നീ എന്നെ ഇങ്ങനെ മറ്റേ വിറപ്പിക്കണ കാര്യം പറയണേ. മറ്റേ വിറപ്പിക്കണ ഒരു കാര്യം ടെൻഷനാണ് അത് തന്നെ. അതല്ല, നമ്മളെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ? അവരിനിപ്പോ വിളിക്കും നമ്മളെ. പ്രാക്ടീസ് ചെയ്യും. ആദ്യം തുടങ്ങാം. റെഡി 1 2. പിന്നെ ഒരു കാര്യം, നീ തെറ്റിക്കരുത്, ഞാൻ തെറ്റിക്കൂല. ഞാൻ തെറ്റിക്കൂല. റെഡി 1 2 3 സ്റ്റാർട്ട്. തൃശ്ശൂർ പൂരം. തൃശ്ശൂർ കേക്കണ്ടോ, നിങ്ങളെ കൊന്നുകളയും. എന്നാ തൃശ്ശൂർ പൂരം എപ്പോഴും ഏപ്രില്. എന്നാ അതല്ല പറഞ്ഞത്. നമ്മൾ ചെയ്യുമ്പോ തൃശ്ശൂർ പൂരം അവസാനമാണ് കാണിക്കേണ്ടത്. അവസാനം. ഓ, നിങ്ങളാണ് ഇപ്പൊ തെറ്റിച്ചത്. എന്റെ പൊന്നണ്ണ, നിങ്ങൾ തൃശ്ശൂർ പൂരമെങ്കിൽ തൃശ്ശൂർ പൂരം, അതെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അവിടെ ചെന്ന് നടന്ന് പിഴുങ്ങാറ്. ഇങ്ങനെയാണോ ചെയ്യണത്? മര്യാദക്ക് ചെയ്യും. അങ്ങോട്ട് ഏതെങ്കിലും കൈ വെച്ച് ചെയ്യും. എന്നാ മര്യാദക്ക് ചെയ്യാം അങ്ങോട്ട്. നീയൊക്കെ ഒരു ഭർത്താവാണോടാ? തന്നെ തന്നെ പെണ്ണുമ്പളേക്കും കൊടുക്കണ ഒരു അണ്ണനല്ലേ? ഇല്ല അണ്ണ. ഏത്? ആ, അതെ. മനസ്സിലായില്ലേ? ആ, നമ്മുടെ പരിപാടി നടക്കണ മിന്നുന്താനം. ആ പരിപാടിക്ക് അപ്പൊ അവിടെ ചെന്ന് നമ്മള് മറ്റേ പരിപാടി കാണിച്ചപ്പോഴേ അവര് പറഞ്ഞ എന്താ ചെയ്തിട്ട് വരാം. എന്താ ചെയ്യാൻ പറഞ്ഞ പ്രാക്ടീസ്. അത് ചെയ്തു. അണ്ണ അത് ചെയ്തായിരുന്നാ? അയ്യോ, എനിക്ക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ഞാൻ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതാ. മണ്ടത്തിലായി പേലടി. നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുക, അവരവിടെ ഇരുത്തും നിങ്ങളെ ഗസ്റ്റ് ആയിട്ട്. അണ്ണ ഒരു പ്രശ്നമുണ്ടണ്ണ. നമ്മള് മറ്റേ അണ്ണൻ വന്ന പരിപാടി ഇല്ലേ, അതില് ജയിക്കുമെന്നും പറഞ്ഞ് ഇവള് നാട് മൊത്തം ഫ്ലെക്സ് അടിച്ചു വെച്ചണ്ട. ഇപ്പം പെർഫോം ചെയ്യണക്ക് മുമ്പോ ഫ്ലെക്സ് അടിച്ചു വെച്ചോ നാട്ടില്. ഇനി പ്രൈസും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ നാട്ടുകാർ കൂവും. അലിമ്പ് അഴുക്ക ആൾക്കാർ അവര് കൂവുന്നുണ്ട്. അതല്ലേ എന്തെങ്കിലും അണ്ണ. അതുകൊണ്ട് നമുക്കേ ഈ മിമിക്രിയുടെ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുവണ്ണ. ചിപ്സ് മേടിക്കാനാ വന്ന. എന്നാ അതല്ല പറഞ്ഞത്, പൊടിക്കൈകൾ പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചത്. അണ്ണ എന്തെങ്കിലും പൊടിക്കറികൾ പറഞ്ഞു. പൊടിക്കറി ആണെങ്കിൽ ചമ്മന്തിപ്പൊടി മതിയോ? എന്നാ പൊടിക്കറിയല്ല, പൊടിക്കൈകൾ എന്തെങ്കിലും പറഞ്ഞു തരാം. നിങ്ങൾക്ക് സത്യത്തിൽ മിമിക്രി അറിയാവോ? ചെയ്യും അണ്ണ പറഞ്ഞു. അണ്ണൻ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ ഞാൻ കണക്ക് ചെയ്യും. പറഞ്ഞു കൊടുത്താൽ ചെയ്യും. മമ്മൂട്ടി പറഞ്ഞു തരുമോ? മമ്മൂക്കയോ? ഞാൻ പറയണോ? ശരിയാവൂല. അല്ല, അണ്ണൻ പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യും. നിങ്ങളെ ശബ്ദം വെച്ച് മമ്മൂക്ക പറഞ്ഞാലും മതി. എന്നാ നിങ്ങൾ വേറെ വല്ലതും പറഞ്ഞു. മോഹൻലാല് പറഞ്ഞു തരും. ഈ മമ്മൂക്ക ലാലേട്ടനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ അഭിമാന താരങ്ങളാണ്. അവരുടെ ശബ്ദമൊക്കെ നമ്മൾ ഈ കടത്തണയിലൊന്നും പോയി എടുക്കാൻ പറ്റില്ല. അതിന് കുറെ ബഹുമാനവും ഒക്കെ കൊടുത്ത സ്റ്റേജിൽ നല്ല പവറിൽ പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതിവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യത്തിൽ മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടായിട്ട് പൊളന്ന് വിട്ട് കഴിഞ്ഞാൽ മിമിക്രിക്കാരനാവുമെന്ന് ആരാ പറഞ്ഞേ? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണോ നിങ്ങൾ? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് നിങ്ങളാണെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത് മിമിക്രി ആർട്ടിസ്റ്റിന്? അഡ്വാൻസ്. നശിച്ച് എൻ്റെ ജീവിതം തൊലഞ്ഞെണ്ണ. ഞാൻ ഇങ്ങനെ കൂടെ വരേണ്ടതല്ലായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. എന്നാൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് ആദ്യം വേണ്ടത് അഡ്വാൻസാ തന്നെ. പ്രോഗ്രാം വേണം. പ്രോഗ്രാം ആദ്യം എന്താന്ന് പറഞ്ഞത്? പ്രോഗ്രാം അല്ലല്ല, അതിക്ക് മുമ്പ് എന്തൊരു സാധനം പറഞ്ഞില്ലേ, ഇവിടെ വന്ന് ചേരേണ്ടതല്ല എന്നൊരു സാധനം പറഞ്ഞില്ലേ? കറക്റ്റാ. ദൈവം എത്തേണ്ടടുത്ത് തന്നെ നിങ്ങൾ എത്തിച്ചത്. നിങ്ങൾ രണ്ടുമാണ് കറക്റ്റ് ആവേണ്ടത്. നിങ്ങൾ കറക്റ്റാണ്. നിങ്ങൾ അപ്പം നമുക്ക് അവിടെ പോയി ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു തരും. ഭയങ്കര കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെണ്ണ. ഈ പൈസ കിട്ടിയിട്ട് വേണം രക്ഷപ്പെടാൻ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് പൈസയുടെ എങ്ങനെ ആവശ്യം വരാൻ വേണ്ടി മോളെ കടിച്ചു വിടാൻ പോണാണ്? അല്ല, ഞാൻ ഒരു ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് ചെന്ന്, അപ്പൊ അവിടുത്തെ ബാങ്ക് മാനേജർ എന്റെ ലോൺ തടഞ്ഞു വെച്ചേക്കണം. ബാങ്കിൽ ലോൺ തടഞ്ഞു വെച്ചേക്കണം? അങ്ങനെ ആരും തടഞ്ഞു വെക്കാനുള്ള യാതൊരു ഒരു അധികാരവും ഇല്ലല്ലോ. അങ്ങനെ തടഞ്ഞു വെച്ചേക്കണം. എന്താണ് ഇതൊക്കെ? എന്തെങ്കിലും കാര്യം പേരുണ്ടാവില്ല. അവിടെ ചെന്നപ്പോ അങ്ങേര് പറഞ്ഞ് ലോൺ കിട്ടണമെങ്കിൽ ഈട് വെക്കണം. ഈട് വെക്കാതെ ലോൺ കിട്ടുമോ? ഈട് വെക്കണം. ഈട് വെക്കാനായിട്ട് വാടകക്കാരൻ വീടിന്റെ പ്രമാണം തരണ്ടേ? അപ്പം വാടക വീട്ടിലാണ് താമസിക്കണേ?
അവിടെ നിന്നിട്ടാണ് ലോണിന് അപേക്ഷിച്ചത്. അടിപൊളി, ലോൺ കിട്ടും. ലോണില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടും. ഞാൻ പൊക്കോട്ടെ എന്നാ. അല്ല അല്ല, എന്തെങ്കിലും ഒരു ഇത്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് കേട്ടോ. പോലണ്ണ അവസാനമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നിട്ട് പോണ. തലവേദനയായാലും ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് എന്താ വേണ്ടതെന്നറിയാം. കൊല്ലും ഞാൻ നിന്നെ. അഡ്വാൻസ് തന്ന് പറയരുത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വേണ്ടത് ടൈമിംഗ് ആണ്. നിങ്ങളുടെ കെട്ടിയവന് ടൈമിംഗ് ഇല്ല. അയ്യോ, അത് എന്റെ അണ്ണൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അണ്ണന് ഭയങ്കര ടൈമിങ്. ഓ, ഒരു ദിവസം ഉണ്ടല്ലോ എന്റെ അച്ഛൻ പ്ലാവിന്ന് വീണ് അപ്പൊ തന്നെ എന്റെ അണ്ണൻ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ ഡോക്ടർ എന്തിനു പറഞ്ഞെന്നറിയാമോ? ടൈമിങ്ങിന് കൊണ്ടുവന്നത് കൊണ്ടാണ് എന്റെ അച്ഛൻ രക്ഷപ്പെട്ടതെന്ന്. അല്ല, അതെങ്ങനെ ഇത്ര ടൈമിങ്ങിന് ചെന്ന്? അത് വേറൊന്നുമല്ല, മഴയൊക്കെ പെയ്ത് പ്ലാവ് മൊത്തം വഴിക്കലായിട്ട് കിടക്കുമല്ലേ. എവളച്ഛൻ പ്ലാവിൽ കയറിയപ്പോഴേ ഞാൻ ഓട്ടോ വിളിച്ച്. അതാണ് ടൈമിങ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നമുക്ക്. നിങ്ങളെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഇവിടെ കാണിച്ചത് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ സ്റ്റേജിൽ കാണിച്ചാൽ മതി. ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് ഉറപ്പാ. അതെ, നമ്മൾ ജയിക്കുവോ? ജയിക്കും. തള്ളേ നിങ്ങൾ പടക്കും. അത് നമ്മൾ പറയണല്ലേ. ദൈവമേ, ഉമ്മാരുടെ കൂടെ നിന്ന് എന്റെ ഭാഷ മാറിപ്പോയല്ലോ. എന്റെ പൊന്നടാവേ, ഹാവു തിരിച്ചു കിട്ടി. അണ്ണാ, അപ്പൊ നമ്മൾ ജയിക്കുവോ? അണ്ണാ, തള്ളേ നമ്മളും പൊളക്കും.